അലി ഖാൻ ബോളിവുഡ് സൂപ്പർ താരങ്ങളിൽ ഒരാൾ, ബോളിവുഡ് സിനിമയിലെ മുടിച്ചൂട രാജാക്കന്മാരിൽ ഒരാൾ. സിനിമയിൽ എത്തും മുൻപ് തന്നെ കുടുംബപരമായും അദ്ദേഹം ധനികനായിരുന്നു. സിനിമയുടെ പ്രതിഫലം കൂടിയായപ്പോൾ 1200 കോടിയിലധികമാണ് സെയ്ഫിന്റെ സ്വത്ത് തന്നെ. താമസിക്കുന്നത് അതീവ സുരക്ഷയോടുകൂടിയുള്ള വസതിയിൽ. ഈ 100 കോടിയിലധികം വിലമതിക്കുന്ന ഫ്ളാറ്റിൽ ഒരാൾ ആക്രമിച്ചു കയറുന്നു. കയറിയത് മാത്രമല്ല, പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നു. തടയാൻ വന്ന സെയ്ഫിനെ 6 തവണ കത്തികൊണ്ട് കുത്തുന്നു. കൂടെ 2 ആയമാർക്കും പരിക്കേറ്റു. എന്നിട്ട് യാതൊരു പ്രശ്നമോ പ്രതിരോധമോ ഇല്ലാതെ അവൻ ആ ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് പോയി രക്ഷപ്പെടുന്നു. എങ്ങനെയാണ് ഇത് സാധിക്കുക? മോഷണ ശ്രമത്തിനിടെ കുത്തേറ്റു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് വിശ്വസനീയമല്ലല്ലോ. ഉള്ളിലുള്ള ആരുടെയും സഹായമില്ലാതെ തീർച്ചയായും അവൻ അകത്തേക്ക് കയറാൻ സാധിക്കില്ല. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? ആരാണ് ആ കുറ്റവാളി? ഒരു ബോളിവുഡ് സിനിമാ രംഗത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം, ബോളിവുഡ് ചരിത്രത്തിലെ അല്ലെങ്കിൽ ലോകത്തെ ആകെ ഞെട്ടിപ്പിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. പ്രശസ്ത നടി ഷർമിള ടാഗോറിന്റെയും ക്രിക്കറ്റ് താരവും ഹരിയാനയിലെ രാജകുടുംബത്തിലെ അംഗവുമായ മൻസൂർ അലി ഖാന്റെ മകൻ, ബോളിവുഡിലെ എക്കാലത്തെയും ഹോട്ട് നായികമാരിൽ ഒരാളായ കരീന കപൂറിന്റെ ഭർത്താവ്. പിതാവ് മൻസൂർ അലി ഖാൻ വാസ്തവത്തിൽ ഹരിയാനയിലെ പട്ടൌഡി രാജകുടുംബത്തിന്റെ അവസാന ഭരണാധികാരിയായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെലിബ്രിറ്റികളിൽ ഒരാളായ, ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ സെയ്ഫ് അലി ഖാന്റെ വീട്ടിലാണ് കള്ളൻ കയറിയിരിക്കുന്നത്. ഇതാണ് വിശ്വസിക്കാനേ സാധിക്കാത്തത്. പുലർച്ചെ 2:30 ബാന്ദ്രയിലാണ് ഈ സംഭവം നടന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം സമ്പന്നർ തങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇത്, ബോംബെയിലെ ബാന്ദ്ര. അവിടെയാണ് നമ്മുടെ അംബാനി അടക്കമുള്ളവരുടെ അത്യാഡംബര വസതികളുള്ളത്, ബോളിവുഡ് താരങ്ങളുടെ ഒക്കെ വസതികളുള്ളത്. സ്വാഭാവികമായും അത്രയും വലിയ ഒരു നഗരമായതുകൊണ്ട് അവിടെ സുരക്ഷയും ഒരു ഗൗരവമായ വിഷയമായിരിക്കും. ബാന്ദ്രയിലെ സത്ഗുരു ചരൺ ബിൽഡിംഗ്, അത്തരത്തിലുള്ള ഒരു അപ്പാർട്ട്മെന്റ്. ആ അപ്പാർട്ട്മെന്റിൽ മൊത്തം 12 നിലകളുണ്ട്. മുകളിലത്തെ ഏകദേശം 3-4 നിലകളോളം സെയ്ഫ് അലി ഖാന്റെ നിയന്ത്രണത്തിലാണുള്ളത്, അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലാണുള്ളത്. ഒരു നിലയിൽ സെയ്ഫും ഭാര്യയും താമസിക്കും, മറ്റൊരു നിലയിൽ വേലക്കാരും കുഞ്ഞുങ്ങളും താമസിക്കും, വേറെ നിലയിൽ ഓഫീസ് പ്രവർത്തിക്കും. ഇങ്ങനെ 4 നിലകളിലായാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമുണ്ട്. വലിയ ഇലക്ട്രോണിക് കൂറ്റൻ ഗേറ്റുകളുണ്ട്. ഈ ഗേറ്റിൽ ഒരുപാട് പരിശീലനം സിദ്ധിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. പട്ടാളത്തിലും പോലീസിലുമൊക്കെ ജോലി നോക്കി പരിചയമുള്ളവരെയാണ് അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായി പണിയെടുപ്പിക്കുന്നത്. ഈ ലിഫ്റ്റ് തുറക്കണമെന്നുണ്ടെങ്കിൽ പോലും അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡ് തൻ്റെ ഫിംഗർ പ്രിന്റ് കൊണ്ട് ഓപ്പൺ ചെയ്യണം. ബോംബെയിൽ ഇത്രയേറെ സുരക്ഷ ഒരുക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇതിനെയൊക്കെ മറികടന്നാണ് ഈ ഒരു സംഭവം തന്നെ ഉണ്ടായിരിക്കുന്നത്. 2025 ജനുവരി മാസം 16-ാം തീയതി അതിരാവിലെ 2:30 സംഭവം. ഈ ഒരു കുറ്റവാളി ചെരുപ്പ് പോലും ഇടാതെ പുറകു വശത്തു നിന്നാണ് അകത്തേക്ക് ചാടിയത്. അങ്ങനെയാണ് സംശയിക്കുന്നത്. അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെയുള്ള യാതൊരു CCTVയിലും പെടാതെ ഒളിഞ്ഞു നടന്നു. അങ്ങനെ ഫയർ എക്സിറ്റ് വഴി അകത്തേക്ക് കയറി. മൊത്തം 11 നിലകൾ അവൻ നടന്നു തന്നെ കയറി. ഇതിനെക്കുറിച്ച് ചിലർ പറയുന്നത് ഇവൻ മോഷ്ടിക്കാൻ വന്നതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ വന്നതായിരിക്കില്ല, പദ്ധതിയിട്ട് തന്നെയാണ് ഇതവൻ ചെയ്തത്. കാരണം മോഷ്ടിക്കാൻ വന്നവനാണെങ്കിൽ 1ാമത്തെ നിലയിലോ 2ാമത്തെ നിലയിലോ എളുപ്പത്തിൽ കയറാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അവൻ കയറി മോഷ്ടിച്ചിട്ട് പോകുമായിരുന്നു. പക്ഷെ 11 നില കയറി പോവുകയും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു റിസ്ക് അവന് എവിടെയുമുണ്ട്. ആരെങ്കിലുമൊക്കെ കാണാം, പിടിക്കപ്പെടാം. ഇത്രയേറെ റിസ്ക് ഉണ്ടായിരുന്നിട്ടും അവൻ ആ 11 നില കയറി ചെന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് പദ്ധതിയിട്ട് ചെയ്തതാണ്. അങ്ങനെ പോയവൻ ബാത്റൂമിന് മുകളിലുള്ള ചെറിയ ദ്വാരം വഴി കയറി വീടിനുള്ളിലേക്ക് കയറി. വീടിനുള്ളിൽ സെയ്ഫ് അലി ഖാന്റെ 4 വയസ്സുള്ള ചെറിയ മകനെ നോക്കുന്ന ഒരു ആയ ഉണ്ടായിരുന്നു, മലയാളിയായ ഒരു ആയ, ഏലിയമ്മ എന്നാണ് പേര്. ഈ സമയത്ത് ബാത്റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് അവർ ഉറക്കമുണർന്നു. ഒരുപക്ഷെ പുറത്ത് പാർട്ടിക്ക് പോയ കരീന കപൂർ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടാകും എന്ന് കരുതി അവർ വീണ്ടും കിടന്നു. എന്നാൽ കണ്ണ് പകുതിയൊന്ന് അടയുന്നതിന് മുൻപ് തന്നെ തനിക്ക് മുൻപിൽ തൊപ്പി ധരിച്ച ഒരു പുരുഷൻ നിൽക്കുന്നത് അവർ കണ്ടു. പെട്ടെന്ന് ഭയന്ന് എഴുന്നേറ്റു.
എന്നാൽ അവർക്ക് മുൻപിലുണ്ടായിരുന്ന ആ ഒരു വ്യക്തി ആയയോട് സംസാരിക്കാൻ തുടങ്ങി. ശബ്ദമുണ്ടാക്കാൻ പാടില്ല, ശബ്ദമുണ്ടാക്കിയാൽ ജീവനോടുകൂടി ആരും ഇവിടെ നിന്ന് പോകില്ല എന്ന്. നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ആയ ചോദിച്ചപ്പോൾ അവൻ 1 കോടി രൂപയായിരുന്നു ആവശ്യപ്പെട്ടത്. ഭയത്തിൽ അവർ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അയാൾ അവരെ ആക്രമിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആയയും കുഞ്ഞും നിലവിളിക്കാൻ തുടങ്ങി, ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ടാണ് തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന സെയ്ഫ് അലി ഖാനും ഭാര്യയും പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് പരിക്കോടുകൂടി നിൽക്കുന്ന 2 ആയമാരെയും കണ്ടത്. അതായത് ഇതിനകം തന്നെ അവനെ തടയാൻ വന്നിരുന്ന 2 ആയമാരെയും അവൻ ആക്രമിച്ചിരുന്നു. ഇത് കണ്ട സെയ്ഫ് അലി ഖാനും ആരാണ് നീ, എങ്ങനെയാണ് ഇവിടെ വന്നത്, നിനക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ച് സെയ്ഫ് അലി ഖാനും ഈ ആക്രമിയും തമ്മിൽ ഒരു മൽപ്പിടുത്തം ഉണ്ടാകുന്നു. സെയ്ഫ് അലി ഖാന്റെ ശരീരത്തിൽ 6 സ്ഥലങ്ങളിലായിരുന്നു ഈ ആക്രമി കത്തി കൊണ്ട് കുത്തിയത്. കയ്യിലും കഴുത്തിലും സ്പൈനൽ കോഡിലും തുടങ്ങി 6 സ്ഥലങ്ങളിൽ സാരമായി പരിക്കേറ്റു. ഉടനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് ഒരു മുറിക്കുള്ളിലേക്ക് അവനെ തള്ളിയിട്ട് ആ മുറിയുടെ വാതിലടച്ചു. എന്നാൽ അവൻ അത് എളുപ്പമായി. ആ മുറിക്കുള്ളിലെ ബാത്റൂമിൽ കയറി അവൻ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ അവൻ തിരികെ പോകുന്നു. അവനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി ഇവിടെ കുത്തേറ്റ സെയ്ഫ് അലി ഖാനെ തൊട്ടടുത്തുള്ള ലീലാവതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഒരു ഓട്ടോറിക്ഷക്കാരനാണ്. സത്യത്തിൽ ഒരു അത്ഭുതകരമാണ്. സെയ്ഫ് അലി ഖാനും ഇബ്രാഹിം എന്ന അദ്ദേഹത്തിന്റെ മൂത്ത മകനുമായിരുന്നു ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. ഇത്രയേറെ സ്വത്തുക്കൾ, ഇത്രയേറെ അത്യാധുനിക ജീവിത സൗകര്യങ്ങൾ, സുരക്ഷാ സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നിട്ടും എന്താണ് കാര്യം, എന്താണ് സംഭവിച്ചത്? സെയ്ഫ് അലി ഖാൻ താമസിക്കുന്നത് ഏകദേശം 10,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള 4 നിലകളായി പടർന്നു കിടക്കുന്ന ഒരു വസതിയിലാണ്. കാരണം അധോലോകമൊക്കെ അടക്കി വാഴുന്നിടത്ത് സുരക്ഷിതമല്ലാതെ ഇത്രയും സമ്പന്നനായ ഒരാൾക്ക് കഴിയാൻ അവിടെ സാധിക്കില്ല. അവിടെ വസിക്കാൻ പ്രയാസമാണ്. ഈ സുരക്ഷയുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ താമസിക്കുന്നത്. പക്ഷെ എന്നിട്ടും ഈ സെയ്ഫ് അലി ഖാന് കുത്തേറ്റു. 6 തവണ ശരീരത്തിൽ കുത്തേറ്റു. ഇതാണ് ഞെട്ടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. ഏതെങ്കിലും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ വീട്ടു ജോലിക്കാരുടെ സഹായമില്ലാതെ ഒരിക്കലും ആക്രമിക്ക് അവിടെ കയറാൻ കഴിയില്ല. പക്ഷേ ഇവർ താമസിക്കുന്ന ഈ 4 നിലയിൽ ഇവർക്കൊരു പേഴ്സണൽ സെക്യൂരിറ്റി പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതും അവിശ്വസനീയമാണ്. അടിമുടി ദുരൂഹമാണ് ഈ ഒരു സംഭവം. എങ്ങനെയാണ് അയാൾ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കടന്ന് കയറിയത്? ലിഫ്റ്റിലൂടെ കയറിയിട്ടേ ഇല്ല, പടിയിലൂടെയാണ് കയറി ചെന്നത്. എങ്ങനെ കെട്ടിടത്തിനുള്ളിലേക്ക് കയറി? അയാൾക്ക് എങ്ങനെ സുരക്ഷിതമായി അതിനുള്ളിൽ തന്നെ ആയിരിക്കാൻ സാധിച്ചു? കാരണം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സംഭവം നടക്കുന്നതിന് 3 മണിക്കൂറിന് മുൻപ് വരെയും അയാൾ അവിടെ വന്നിട്ടില്ല. അതിനർത്ഥം അയാൾ അതിനു മുൻപേ അവിടെ എത്തിയിട്ടുണ്ട്. അയാൾ അവിടെ സുരക്ഷിതമായി നിലയുറപ്പിച്ചിരുന്നു. ഒരു തക്ക സമയത്തിന് വേണ്ടി അയാൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും സമയം അയാളെ ആരും കണ്ടില്ല, യാതൊരു CCTVയിലും അയാളുടെ ദൃശ്യങ്ങളൊന്നും വന്നില്ല. ഇതൊക്കെ അവിശ്വസനീയമാണ്. മറ്റൊരു തിയറി പുറത്തു വരുന്നത് ഈ ഏലിയാമ്മയുടെ അറിവോടുകൂടിയായിരിക്കും. അവരുമായി സൗഹൃദമുള്ള ആരെങ്കിലും ആയിരിക്കും അത്. ഏലിയാമ്മയെ കാണാനെത്തിയതാണ്. ഏലിയാമ്മയാണ് വാതിൽ തുറന്നു കൊടുത്തത്. ഏലിയാമ്മയാണ് അവർക്ക് വരാനുള്ള വഴി ഒരുക്കി കൊടുത്തത്. ഇങ്ങനെയുള്ള പല തിയറികൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. അത്ഭുതകരവും അവിശ്വസനീയവുമാണ് ഈ കാര്യങ്ങളെല്ലാം. ഇത്രയേറെ സുരക്ഷയോടുകൂടി താമസിക്കുന്ന ഒരാൾക്ക് കുത്തേറ്റു എന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങനെ സാധാരണ മനുഷ്യർക്ക് ഇവിടെ സുരക്ഷിതമായി കഴിയാൻ സാധിക്കും? ഈ ഒരു ചോദ്യമാണ് പ്രസക്തമാകുന്നത്. സെയ്ഫ് അലി ഖാന് മാത്രം 1200 കോടിയിലധികം സ്വത്തുണ്ട്. ഭാര്യ കരീന കപൂറിന് 500 കോടിയിലധികമുണ്ട്. ഇത്രയേറെ സ്വത്തും സൗകര്യങ്ങളും അയാളെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ സാധാരണ മനുഷ്യർക്ക് എങ്ങനെ സുരക്ഷയുണ്ടാകുമെന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. മാത്രമല്ല ഇയാളുടെ കാർ കളക്ഷനെ കുറിച്ചുള്ള വാർത്തകളും ഒരു സമയത്തൊക്കെ വളരെ വൈറലായിരുന്നു. അയാൾക്കില്ലാത്ത കാറുകളേ ഇല്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ കാറുകളും അയാൾക്കുണ്ട്. ഓഡി, BMW, മെർസിഡസ് ബെൻസ്, റേഞ്ച് റോവർ, മാത്രമല്ല എല്ലാ തരത്തിലുള്ള സുരക്ഷാ സൗകര്യങ്ങളുള്ള അത്യാഡംബര കാറുകളെല്ലാം ഇതിൻ്റെ എല്ലാം ഒരു നിര തന്നെ അവരുടെ യാത്രയ്ക്ക് വേണ്ടിയും ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയും ഈ ആഡംബര വസതിയിൽ തന്നെ ഉണ്ട്. എന്നാൽ അയാളെ രക്ഷിക്കാൻ അവസാനം വേണ്ടി വന്നത് ഒരു ഓട്ടോയായിരുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പണം ഒരു പ്രധാന ഘടകമേ അല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അവൻ എത്രമാത്രം പണമുണ്ടെങ്കിലും എത്രമാത്രം ആൾബലമുണ്ടെങ്കിലും അവൻ ഒരു പ്രതിസന്ധിയിലെത്തുമ്പോൾ അവൻ്റെ ജീവൻ കാക്കാൻ ഇതുപോലെ യാതൊരു പണമോ ആൾബലമോ ഒന്നുമില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നിസ്സാര സംഭവമായിരിക്കാം എത്തുന്നത്. ഇതിന് ഈ ഒരു സംഭവം തന്നെ ഒരു തെളിവായി മാറിയിരിക്കുകയാണ്. അതുപോലെ ആ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ നിയോഗമായിരിക്കാം സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിച്ച് അയാളുടെ ജീവൻ രക്ഷിക്കുക എന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ വിചിത്രവും ദുരൂഹവുമായാണ് തോന്നുന്നത്. പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം. നമ്മുടെ പണവും നമ്മുടെ സൗകര്യവും നമ്മുടെ ജീവനക്കാരും നമ്മുടെ ആഡംബര സംവിധാനങ്ങളും ഒന്നും നമ്മെ തക്ക സമയത്ത് രക്ഷിച്ചു എന്ന് വരില്ല. നമ്മളെ രക്ഷിക്കുന്നത് നമുക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഒരു സാധാരണ ഓട്ടോക്കാരനോ ചുമട്ടു തൊഴിലാളിയോ
ഇവരൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ ഒരിക്കൽ പോലും സെയ്ഫ് അലി ഖാൻ ഒരു ഓട്ടോറിക്ഷക്കാരനെയോ ഒരു ചുമട്ട് തൊഴിലാളിയുടെയോ മുഖത്ത് നോക്കി ചിരിച്ചിട്ടേ ഉണ്ടാകില്ല. പക്ഷേ അയാൾക്ക് ആപത്ത് വന്നപ്പോൾ രക്ഷിക്കാൻ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സുരക്ഷാ സന്നാഹമോ അയാളുടെ രക്ഷയ്ക്കെത്തിയില്ല. ഇത് ജീവിതത്തിൻ്റെ ഒരു വലിയ പാഠമായി തന്നെ നമ്മൾ എടുക്കണം. ജീവിതം എത്ര നിസ്സാരമാണ്. ജീവിതത്തിൽ ഒരു ആപത്ത് സംഭവിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുന്നത് ആരാണ്? പലപ്പോഴും ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും എത്ര പണമുള്ളവനും പണമില്ലാത്തവനുമൊക്കെ ഒരേപോലെ ആയി പോകാറുണ്ട്. അതീവ സുരക്ഷാ സന്നാഹങ്ങളുടെ നടുവിൽ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീട്ടിൽ വെച്ച് തന്നെ കുത്തേൽക്കുന്നു. അത് തടയാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന യന്ത്രത്തോക്കുകൾക്ക് പോലും സാധിച്ചില്ല, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. എന്നാൽ മറുവശത്ത് കുത്തേറ്റ് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഈ ആഡംബര വാഹനങ്ങളും സഹായിച്ചില്ല. അയാളെ സഹായിച്ചത് ഒരു ഓട്ടോറിക്ഷക്കാരനാണ്. ഇത് ഒരു ഞെട്ടലോടുകൂടി അല്ലാതെ നമുക്ക് ഈ വാർത്തയൊന്നും കേൾക്കാനേ സാധിക്കില്ല. ഇനി കുറ്റവാളിയെ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിന്റെ അവസാനം മാത്രമേ നമുക്ക് മനസ്സിലാകൂ എന്താണ് അയാളുടെ ഉദ്ദേശം. പദ്ധതിയിട്ട് ചെയ്തതാണോ? മോഷണത്തിന് വേണ്ടി കയറിയതാണോ? അങ്ങനെ മോഷണത്തിന് വേണ്ടി കയറിയതാണെങ്കിൽ എന്തുകൊണ്ട് സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ തന്നെ കയറി? ഇയാൾ ഒറ്റയ്ക്കാണോ ഉള്ളത്? അതോ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ? കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണോ കയറിയത്? ഇതിന് പുറകിൽ മറ്റേതെങ്കിലും മാഫിയ ഗ്യാങ് ഉണ്ടോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളുണ്ട്. ഇവയ്ക്കെല്ലാമുള്ള ഉത്തരം തീർച്ചയായും അന്വേഷണത്തിന് അവസാനം അറിയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഈ ഒരു കുറ്റവാളിയുടെ ഉദ്ദേശം എന്തായിരിക്കും? കമന്റിൽ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ്, ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.